നമസ്കാരം. അപ്രിയ സത്യങ്ങളുടെ പ്രിയദർശിനി. നിറകണ്ണുകളോടെ നങ്ങേമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നാണുക്കുട്ടൻ നായർ പറഞ്ഞു, നങ്ങേ വിരുമ്പിയാൽ മതി, കണ്ണീർ തുള്ളികളുടെ പുതിയ പതിപ്പ് ഇറക്കേണ്ട. ആക്ഷേപഹാസ്യ ശരങ്ങൾ കൊണ്ട് മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വീക്കെൻഡിന്റെ കഥാപാത്രങ്ങളിൽ ഒന്നാണ് നങ്ങേമ്മ. സർക്കാർ ജീവനവും ആവശ്യത്തിന് പണവും ആവശ്യത്തിൽ കവിഞ്ഞ ജീവിത സൗകര്യങ്ങളുമുള്ള ഈ നങ്ങേമ്മമാരാണ് കൂട്ടം കൂട്ടമായി പ്രിയദർശിനി ബസ്സുകളിൽ ഇടിച്ചു കയറുന്നത്. ഇത് 100ക്ക് 100 ഓസടിയാണ്. അർഹതപ്പെട്ട ആയിരങ്ങളുടെ അവകാശങ്ങളിലേക്കാണ് ഈ സ്ത്രീരത്നങ്ങൾ പാഞ്ഞു കയറുന്നത്. നിസ്സാര കൂലിയിൽ 10-12 മണിക്കൂർ പണിയെടുക്കുന്ന 10,000-കണക്കിനുള്ള പാവപ്പെട്ടവരുടെ വായിലാണ് ഈ സർക്കാർ കൊച്ചമ്മമാരും മറ്റു സമ്പന്നകളും മണ്ണിടുന്നത്. സത്യം വിളിച്ചു പറയുന്നവരുടെ തന്തയ്ക്ക് വിളിക്കുകയാണ് നമ്മുടെ പൊതു സംസ്കാരം. എവിടെയും അനർഹർക്ക് ഓസ് വേണം. ഈ ഗണത്തിൽ പ്രായമുള്ളവരും മധ്യവയസ്കരും മാത്രമല്ല, ബ്രാൻഡഡ് വേഷമിട്ട കുമാരിമാരുമുണ്ട്. അവരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഏക ഘടകം കഴുത്തിന് ചുറ്റുമുള്ള നാവാണ്. ആസനത്തിൽ വനിതാ വിമോചനത്തിന്റെ ആലുമുളച്ച ഈ പെൺപുലികൾക്ക് ഗതികെട്ടലയുന്ന ചോപ്പന്മാരാണ് കൂട്ടം. വാർത്താവതാരകരായ സുന്ദരിമാരിലുമുണ്ട് ഈ അതീശത്വം. ചാനലുകളിൽ വന്നിരുന്ന് ആധികാരികവും ജുഗുത്സാവഹവുമായ സ്വരത്തിലാണ് ഇവർ പ്രതിയോഗികളെ തെറി പറയുന്നത്. മേക്കപ്പും സൗന്ദര്യ വാസനക്കൂട്ടുകളൊന്നുമില്ലെങ്കിൽ വടയക്ഷീയ രൂപങ്ങളായ ഇവരെ കാഴ്ചക്കാർ ഞെട്ടലോടെയാണ് കാണുന്നത്. VKN നങ്ങേമ്മയ്ക്ക് നൽകുന്ന ശിക്ഷാവിധിയെ ഒരു വട്ടം കൂടി ഇവിടെ ഉദ്ധാരണം നടത്തുന്നത് ഉചിതവും ചരിത്രപരവുമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ: ബഷീർ വിധിച്ച ചികിത്സയാണ് ഇവർക്ക് പാകം. തുണി ഉരിഞ്ഞ് തിരിച്ചു നിർത്തി ചെറിയ പുളിങ്കമ്പ് കൊണ്ട് ചന്തിക്ക് 14 പിട. തന്തമാരെയും മിന്നുകെട്ടിയ മാപ്പിളമാരെയും സ്വന്തം ഉടപ്പറന്നവന്മാരെയും മർദ്ദിക്കുകയും അവർക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുകയും സ്വത്തുവകകൾ കൈക്കലാക്കുകയും വയോസദനങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ നാട്ടിലെ വനിതാ മുന്നേറ്റം പുരോഗമിക്കുന്നത്. വനിതാ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് പഠനങ്ങളും ഗവേഷണങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ ഈ മേഖലയെ ശാസ്ത്രീയമായി പഠിച്ച് പരാധീനതകൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പൊള്ളുന്നവയാണ് ഇതിൽ പലതും. അക്കാദമിക സെക്ഷനുകളിലെ പേപ്പറുകളിലും ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളിലുമുള്ള ഇത്തരം റഫറൻസുകളൊന്നും തന്നെ പക്ഷേ പുറത്തു വരുന്നില്ല. നാം കൊട്ടിഘോഷിക്കുന്ന കുടുംബശ്രീ പോലും ദശകങ്ങൾ കഴിഞ്ഞിട്ടും സ്ത്രീ മുന്നേറ്റത്തിന്റെ ടാർഗറ്റുകൾ നേടാതെ വെറും ലോൺ ഏർപ്പാടായി ചുരുങ്ങിപ്പോയത് ആണ്ടോടാണ്ട് പുറത്തിറങ്ങുന്ന വിശകലനങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നരകതുല്യമായ ജീവിതം നയിക്കുന്ന UPയിലെയും ബീഹാറിലെയും പാവങ്ങളെ മുന്നിൽ കണ്ട് ആ ഫണ്ടെല്ലാം ഇവിടെ തിന്നു തീർക്കുന്നത് ഇവിടത്തെ സാമ്പത്തിക ഭദ്രതയുള്ള മധ്യവർഗവും അതിനു മുകളിൽ വരുമാനമുള്ള ഉയർന്ന വിഭാഗങ്ങളുമാണ്. വർഷങ്ങളായി ഒരു വെള്ളാനയായി മാറുകയാണ് ഇവിടത്തെ വനിതാ മുന്നേറ്റ പദ്ധതികൾ. നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ എല്ലാം കേരളത്തിലെ നോഡൽ ഏജൻസി കുടുംബശ്രീയാണ്. ആളും അർത്ഥവും സംഘടനയും ഈസിയായി കൈക്കലാക്കുവാനുള്ള 3ാം കിട രാഷ്ട്രീയ കോമാളികൾ നിലം പരിശാക്കിയ ഇടമാണ് പൊതുവെ വനിതാ മുന്നേറ്റധാര. അയോഗ്യരായ കീടങ്ങൾക്ക് താലപ്പൊലി ഒരുക്കിയവരും തെരുവുകളിൽ കങ്കാണിമാരുടെ തിട്ടൂരം മാനിച്ച് തിരുവാതിരകൾ അവതരിപ്പിച്ച് സ്വയം ഷോപ്പീസുകളായി മാറിയവരും രൂപീകരിക്കുന്ന സ്യൂഡോ മൂല്യവിചാരങ്ങളെ പിൻപറ്റിയാണ് ഓരോ വനിതയും ഓരോ നാളും ഇവിടെ ഉദിച്ചുയരുന്നത്. അക്കാദമിക തലത്തിൽ സമ്മതിക്കേണ്ട റഫറൻസുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സർക്കാരിനെതിരെ തിരിക്കുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. തുടക്കം മുതൽ ഇടതിന്റെ ഉറക്കം കെടുത്തുന്ന പ്രിയദർശിനി സംവിധാനം തകർക്കുകയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനവർ കോടാലിക്കൈകൾ തിരയുകയാണ്. ഭദ്രതയുള്ള വേതനവും സുരക്ഷിതമായ ജോലിയുമുള്ള ആത്മാഭിമാനം തെല്ലെങ്കിലും അവശേഷിക്കുന്നവർ അനർഹമായ ആനുകൂല്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നത് ഉറപ്പാണ്.